നമസ്കാരമുണ്ട് പ്രിയമുള്ള പ്രേക്ഷകരെ. ഏതാണ്ട് സെറ്റ് സാരി കൊടുത്ത കുറേ ചേച്ചിമാരെ ബസ് സ്റ്റാൻഡിൽ കിടന്ന് തെണ്ടുന്നു. എന്താ കാര്യം അറിയാൻ വയ്യ. ബസ് സ്റ്റാൻഡിൽ കിടന്ന് കുറേ ചേച്ചിമാർ സെറ്റ് സാരി കൊടുത്ത് തെണ്ടുകയാണ്. എന്തിനാണ് ഈ തെണ്ടൊക്കെ തെണ്ടുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. തെണ്ടൊക്കെ എന്ന് പറയുന്നത് നാടൻ ഭാഷയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പിച്ചെടുപ്പാണ് പറയാം. പിച്ചെടുപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. എന്താ സംഭവം എന്ന് അറിയാൻ വയ്യ. നമുക്കൊന്ന് പോയി നോക്കാം. ഈ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ഇവർ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് എവിടെയാണെന്ന് നമുക്കറിയാൻ പോയി. നമുക്ക് നോക്കാം. ആണ് സെറ്റ് സാരി കൊടുത്ത ചേച്ചിമാർ ഇത് തെണ്ടുവാണ്. എന്താണ് സംഭവം? പിച്ചെടുക്കുക. അതുകൊണ്ട് ഒരു ചേച്ചി ഒരു പിച്ചപാത്രമായിട്ട് നിൽക്കുന്നത്. ചേച്ചി പിച്ചെടുക്കോ? ചേച്ചി ഈ സെറ്റ് സാരി കൊടുത്തോണ്ട് പിച്ചെടുക്കുന്നോ? സെറ്റ് സാരി കൊടുത്ത് അമ്മമാരെ വന്ന് പിച്ചെടുക്കുന്നത്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ പിച്ചെടുക്കുന്നത് എന്തോ കാര്യം? ഞങ്ങൾക്ക് ശമ്പളം തരുന്നില്ല, ഞങ്ങൾ കഷ്ടപ്പെടുന്നു, അതൊക്കെയാണ് കാരണം. പിന്നെ പിച്ച എടുത്ത് മന്ത്രിയുടെ ഖജനാവിൽ പൈസ ഇല്ലാത്തോണ്ട് ഞങ്ങൾ തരാത്തന്നല്ലേ പറയുന്നേ. അപ്പൊ പിച്ച എടുത്ത് നീ മന്ത്രിക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കാം. അയ്യോ എന്തൊരു കഷ്ടം നോക്ക്. നമ്മളെ ചേച്ചിമാരാണ് ബസ് സ്റ്റാൻഡിൽ വന്ന് പിച്ചെടുക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? നമ്മളെ കേരളമേ ലജ്ജിച്ച് തലതാഴ്ത്തുകയും താണ്ട് ചേച്ചിമാരാണ് പിച്ചെടുക്കുകയാണ്. ചേച്ചിമാര് പിച്ചെടുക്കുകയാണ്. സ്കൂൾ പാചകത്തൊഴിലാളിയാണോ ചേച്ചി? വല്ലതും കിട്ടിയ ചേച്ചി? കിട്ടുന്നുണ്ട്. അയ്യോ ഈ പൈസ കൂടെ വയ്ക്കാനാ? മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കാനോ? നല്ല കാര്യം, നല്ല കാര്യം. പാവല്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രി പാവമാണല്ലേ? പിച്ച എടുത്ത് അയച്ചു കൊടുക്കുക. പിച്ചെടുത്ത് അയച്ചു കൊടുക്കുക. അയ്യോ എന്തൊരു കഷ്ടം നോക്ക്. കാരണം ആൾക്കാർ 10 രൂപ 5 രൂപ 10 രൂപയൊക്കെ അപ്പം തരുന്ന ആൾക്കാരല്ലേ? നിങ്ങളുടെ അവസ്ഥ തരുന്നില്ല, 1 രൂപ തൊട്ടോളം തരുന്നില്ല. ചേച്ചിമാർ ഈ തെറ്റുകാരി കൊടുത്തോണ്ട് വന്നോണ്ടാ? അല്ല കയ്യിലോ മുണ്ടോ കൊടുത്ത് വന്നാൽ മതിയായിരുന്നു ഇല്ലേ? കൂടുതൽ കാശം കിട്ടിയാനെ. അയ്യോ വല്ലാത്ത കഷ്ടം തന്നെ. തെണ്ടിക്കോ. കാരണം നമ്മളെ ചേച്ചിമാര് തെണ്ടിയാണ്. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡില് കാരണം നമ്മളെ ചേച്ചിമാര് തെണ്ടുകയാണ്. പെൻഷനില്ല, പൈസയില്ല, ശമ്പളമില്ല, ഒരു കുന്തമില്ല. കാരണം ചേച്ചിമാര് ബസ് സ്റ്റാൻഡിൽ വന്ന് തെണ്ടു. ചേട്ടന്മാരുണ്ടോ? കാരണം തെണ്ടാൻ കൂട്ടിന് ചേട്ടന്മാരുണ്ട്. ചേട്ടാ തെണ്ടി വല്ലതും കിട്ടിയോട്ടാ? ഒന്നും കിട്ടിയില്ല. നമ്മുടെ പിച്ചപ്പാത്രം കേരളത്തില് താണ്ടെ സ്കൂൾ പാചക തൊഴിലാളികള് താണ്ടെ തെണ്ടുകയാണ്. KSRTC ബസ് സ്റ്റാൻഡിൽ കിടന്ന് തെണ്ടുകയാണ്. കാര്യം ശമ്പളമില്ല. എത്ര ശമ്പളം കിട്ടിയിട്ടമ്മേ? 3 മാസം. 3 മാസമായിട്ട് ശമ്പളമില്ല. അപ്പൊ ചെലവൊക്കെ എന്ത് ചെയ്യും? ചെലവൊക്കെ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? അതുപോലൊക്കെ അല്ലയോ അതല്ലേ? ഞങ്ങൾ പാചകം ചെയ്യുക, ഞങ്ങൾ വല്ലാത്തൊരു കഷ്ടമാണ്. ചേച്ചിമാരെ കണ്ട് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തത്സമയ തെണ്ടകമാണ് ഞാൻ ലൈവായി കാണിക്കുന്നത്. ചേട്ടന്മാരെ കൂടെ ഉണ്ട്. ചേട്ടാ ഈ തെണ്ടി വല്ല നടക്കുമോ? തെണ്ടി എല്ലാം കൊണ്ട് കൊടുത്തിട്ട് ഒന്നും നടക്കത്തില്ല. അവർക്ക് തികയുന്നില്ലെന്നാ പറയുന്നത്. അവർക്ക് ഒന്നും ഇല്ലെന്നാ പറയുന്നത്. പിന്നെ വരാതിരുന്നത് ചേട്ടാ അപ്പൻ അയ്യോ പ്രായമുള്ള അപ്പൻ എന്ത് പറയാ? അവർക്ക് തികയുന്നില്ല. എന്നിട്ട് ഞങ്ങൾക്ക് പാവങ്ങൾക്ക് തരത്തുള്ളൂ. അതല്ലേ? വല്ലാത്ത അമ്മച്ചി. എന്റെ അമ്മച്ചി 30-35 വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങി. ശമ്പളമില്ല. 100-300 കുട്ടികൾക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നതാണ്. അവർക്ക് പിന്നെ LKGക്കും UKGക്കും 15 ലിറ്റർ പാല് കാച്ചി കൊടുക്കണം. ഉച്ചയ്ക്ക് 12:15 പിന്നെ LKGക്കും UKGക്കും ചോറ് കൊടുക്കണം. പിന്നെ 1 തൊട്ട് 4 വരെ കൊടുക്കണം. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ശമ്പളം കിട്ടണം. അതാണ് ഞങ്ങളുടെ മുഖ്യമായ ഇപ്പോഴത്തെ ധാരണ. ആവശ്യം. അപ്പൊ അവളുടെ തെണ്ടി അങ്ങോട്ട് തെണ്ടി ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുക. എന്തോ ഒരു അവസ്ഥയാണ് ചേച്ചി. എന്തൊരവസ്ഥയാ ചെയ്തത്? എന്തൊരവസ്ഥയാ ചേച്ചി? സെറ്റുകാരെ കൊടുത്ത് അമ്പലത്തിലൊക്കെ പോയി കുടിന്നോട്ട് തെണ്ടാൻ വന്നിരിക്കുക KSRTC ബസ് സ്റ്റാൻഡിൽ. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ആലോചിക്കണം കേട്ടോ. ചേച്ചിമാര് സെറ്റുകാർ കൊടുത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ വന്ന് തെണ്ടേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം പോയിരിക്കുന്നു. എന്തൊരവസ്ഥയാണ് ചേച്ചിക്ക്? എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഈ ശമ്പളം മുടക്കമില്ലാതെ കൊടുക്കുക തൊഴിലാളികൾക്ക്. പാചക തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ള ആവശ്യം. 250 കുട്ടികൾക്ക് ഒരു തൊഴിലാളി എന്നുള്ളത് പ്രാബല്യത്തിൽ വരണം. അതൊക്കെ നേരത്തെ എടുത്ത കമ്മിറ്റിയിൽ തീരുമാനിച്ച കാര്യങ്ങളാണ്. അത് പ്രാബല്യത്തിൽ വരണം. ഒരു വീട്ടില് 4 പേരുള്ളവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ അവർക്ക് പാടാ. അപ്പോഴൊരു 250-500 കുട്ടികൾക്ക് ഒരു തൊഴിലാളി തന്നെ പാചകം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാ. അപ്പൊ അതിന് 250 കുട്ടികൾക്കെങ്കിലും ഒരു തൊഴിലാളി പാചകം ചെയ്ത് കൊടുക്കണം. അവർക്ക് അതിന്റെ ശമ്പളവും കൊടുക്കണം. അതായത് മാസം ശമ്പളം കിട്ടണം. അതാണ് നമ്മളുടെ ആവശ്യം.
അതാണ് ആവശ്യം. അത് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇനി പിച്ച എടുക്കേണ്ട ഗതികേട് വന്നത്. അയ്യോ, വല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരാണ് നമ്മളെ നാട്ടിലെ ചേച്ചിമാര് KSRTC ബസ് സ്റ്റാൻഡിൽ വന്ന് തെണ്ണേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മളെ കേരളം മാറിയിരിക്കുകയാണ്. ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയില്ലേ. നോക്ക്, വീട്ടില് ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും കഞ്ഞിയും ചോറും വെച്ച് കൊടുക്കുന്ന ചേച്ചിമാര് സെറ്റ് സാരി കൊടുത്തിട്ട് തെണ്ടാമതിരിക്കുവാണ്. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് തെണ്ടുകയാണ്. അവസ്ഥ വെച്ച് കേരളത്തിന്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത്? കാരണം ചേച്ചികളില് സെറ്റ് സാരിയെ കൊടുത്തിട്ട് നല്ലൊരു ചേച്ചി പിച്ചപ്പാത്രം എടുത്ത് തെണ്ടുകയാണ്. എന്റെ പൊന്നി ചേച്ചി യൂണിഫോമാണ് അല്ലേ? കണ്ടോ, വല്ല കിട്ടിയ ചേച്ചി എല്ലാവരും സപ്പോർട്ടാണ്. എന്തോ ഒരു അവസ്ഥയാണ് ചേച്ചിമാരെന്ന് ആലോചിച്ചു. തെണ്ടക്കം. അയ്യോ ചേച്ചി, നേരത്തെ പിച്ചെടുത്ത വല്ല ശീലം ഉണ്ടോ ചേച്ചി? ഇല്ലല്ലോ. അത്ര ഗതി കൊണ്ടാണ് ഞങ്ങളിപ്പോ ഇറങ്ങിയത്. എന്തോ ഒരു ഞങ്ങൾക്ക് ജീവിക്കണമല്ലേ? അതാണ് കേരളത്തിന്റെ അവസ്ഥ ആലോചിക്കണം. കാരണം പാചക തൊഴിലാളികളാണ്. കാര്യം നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പാചകം ചെയ്ത് കൊടുക്കുന്ന പാചക തൊഴിലാളികളാണ്. ഇവർക്ക് ശമ്പളം കിട്ടാ 3 മാസമായിട്ട് ശമ്പളമില്ല. ആശാവർക്കർമാർക്ക് ശമ്പളം കൂട്ടി. അവർക്ക് കിട്ടണം, അത് നമ്മൾ സന്തോഷമാണ്. പക്ഷെ നമ്മളെപ്പോലുള്ള ജീവനക്കാരെ മറന്നുപോയത് 8 മണിക്ക് കയറും 4 മണി കഴിയും നമ്മൾ തിരിച്ചിറങ്ങാനായിട്ട്. അത്ര കഷ്ടപ്പാടാണ് ഞങ്ങൾക്ക്. അത് എന്തെന്ന് പോലും അവരാരും തിരക്കുന്നില്ല. 2, 3, 4 മാസം കുടിശ്ശിക കിട്ടിയേക്കും. വേനലവധി വരുന്നുണ്ട്, അതിന് വേതനം കിട്ടത്തില്ല. എല്ലാം കൊണ്ട് നമ്മളാണ് ഇന്ന് തരം താഴ്ത്തി ഇട്ടേക്കുന്നത്. ഒരു ഞായറാഴ്ച കിട്ടി ഇങ്ങനെ സമരത്തിനും ഭിക്ഷ തന്നാലും ഇറങ്ങിയാൽ മതിയോ? നമുക്ക് കുടുംബം കുട്ടികളൊക്കെ ഇല്ലേ? ഇതാണ് നമ്മുടെ പിച്ച കണ്ടുന്ന അവസ്ഥയിലേക്ക് നമ്മളെ നാട് മാറിയില്ല. ചേച്ചിമാരുടെ അവസ്ഥ എന്തോരം അവസ്ഥയാന്നൊക്കെ അതില് വല്ലാത്തൊരവസ്ഥയാണല്ലേ. അവർക്കാണെങ്കിൽ വലിയ കോടികൾ കൊണ്ട് വണ്ടി മേടിച്ചും ബംഗ്ലാവിൽ താമസിച്ചും ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങിക്കൊണ്ടിരുന്നത് നല്ല ചിലപ്പോ ഞാൻ പറഞ്ഞു തരണം. ന്യായീകരണ തൊഴിലാളികളോടോ ഈ ന്യായീകരണ തൊഴിലാളികളുണ്ട്. ഇവന്മാരാണ് നമ്മളെ നാടിന്റെ ശവം. കാലിത്തൊഴുത്തിന് പോലും. പക്ഷെ ഞങ്ങൾക്ക് 10-15 രൂപ കിട്ടും ഒരു മാസം. ഞങ്ങൾ മുൻപ് ജോലി ചെയ്താൽ കിട്ടുന്നത് അത് തരാൻ പോലും ഇന്നത്തെ സർക്കാരിന് നിവർത്തിയില്ല. അവര് പറയുന്നത് അവരുടെ പൈസ ഇല്ല. അത് കാരണം ഞങ്ങളിപ്പം തെണ്ടിട്ട് അവർക്ക് മണിയൂർ അയച്ചു കൊടുക്കുക. ചേച്ചിമാരെ തെണ്ടു അവരെ കുറവ് ന്യായീകരിക്കുക. ഇവനെയൊക്കെ തറയിട്ട് ചവിട്ടിത്തേക്കണം അവനെ ഇങ്ങനെയുള്ള അല്ലേ. ഒന്ന് ആലോചിച്ചു. ചേച്ചിമാര് നിവൃത്തിയോട് കൊണ്ട് KSRTC ബസ് സ്റ്റാൻഡിൽ ഇവിടെ തെണ്ടുക. ഓരോരുത്തന്മാരെ കമന്റ് ചെയ്യുക. ന്യായീകരണ തൊഴിലാളി ഇവരെയൊക്കെ ഉഗാണ്ട പറഞ്ഞേക്കണം വേണ്ടത്. ശരിയില്ലേ ചേച്ചി? ഈ ചേച്ചിമാരെല്ലാം അങ്ങോട്ട് പറഞ്ഞോ, നീയൊക്കെ ചിലവ് പറ. ഒന്ന് ആലോചിച്ച് നോക്ക്. KSRTC ബസ് സ്റ്റാൻഡിൽ വന്ന് ചേച്ചിമാര് തെണ്ടുമ്പോ തെണ്ടൊക്കെ കണ്ടോ ചേട്ടാ? തെണ്ടി വല്ലതും കിട്ടും ചേട്ടാ? തെണ്ടിയാലൊന്നും കിട്ടത്തില്ല. ആരെങ്കിലും പൈസ ഇല്ലെന്നാ പറയുന്നത്. ആരെങ്കിലും പൈസ ഇല്ല പറഞ്ഞത്? ആരെങ്കിലും പൈസ ഇല്ലെന്നാ പറഞ്ഞത്? കാര്യം ആരെങ്കിലും പൈസ ഇല്ലെന്ന്. ശമ്പളമില്ല, വരുമാനമില്ല, ജോലിയില്ല, ഒരു കുന്തമില്ല. ആളുകൾ തെണ്ടൊക്കെ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. KSRTC ബസ് സ്റ്റാൻഡിൽ വന്ന് അന്യസംസ്ഥാന തൊഴിലാളി മരിച്ചാൽ 2 ലക്ഷം രൂപ കൊടുക്കും. പാചക തൊഴിലാളി മരിച്ച ഗോവിന്ദ. അതാണ് അവസ്ഥ. കാരണം ഒരു ചേച്ചി നിൽക്കുന്നുണ്ടോ? അയ്യോ എന്റെ പൊന്നു ചേച്ചി, പിച്ചെടുത്ത വല്ല ചീരം ഉണ്ടോ ചേച്ചി?